ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. മോഹൻലാലിന് ജന്മദിന സമ്മാനമായി പ്ലാവിൻ തോട്ടത്തിലെ ചക്കച്ചിത്രമൊരുക്കി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ മുഖം സുരേഷ് ഒരുക്കിയത്. 65 വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് 65 ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലാണെന്നതാണ് ചിത്രത്തിന്റെ സവിശേഷത. പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും കൊണ്ട് അലങ്കരിച്ചാണ് ചിത്രം തയ്യാറാക്കിയത്. തൃശൂർ വേലൂരിലെ കുറുമാൽക്കുന്നിലെ വോഗീസ് തരങ്ങന്റെ ആയുർജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 97ാം മീഡിയമായ ചക്കച്ചിത്രം ജനിച്ചത്. 8 അടി വലുപ്പത്തിലും 2 അടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത്. UN അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാടവനെയും സെയ്ദു ഷാഫിയുമാണ് ഡാവിഞ്ചി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത്. 5 മണിക്കൂർ സമയമാണ് ഇതിനായി ചെലവഴിച്ചത്. ഏകദേശം 20 ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു. അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാക്ക് ഫാമിലെ വോഗീസ് തരംഗന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. സാധാരണ മഞ്ഞച്ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീസേട്ടനെ പരിചയപ്പെടുന്നത്. ഈ വർഗീസേട്ടൻ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ്? 65 ഇനം പ്ലാവുകളുണ്ട്. 65 ഇനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത്. എത്ര വർഷമായി ഇപ്പൊ ഇത്? ഞങ്ങള് 2008 തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് പ്ലാവ് കൃഷിയിൽ വന്നാണ്. 2015 തൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം. കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ്. എന്റെ തോട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു വർഷം മുന്നേ ഞാൻ 64ാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച് മോഹൻലാൽ അവറുകളുടെ പേരിൽ പ്ലാവ് വെച്ചിട്ടുണ്ട്. ആ പ്ലാവ് വളരുകയാണ്. അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ ഈ ഒരു ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം. അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. ഒരു കർഷകന്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ഏത് ഫിലിമുകളും നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം, ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം, ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം, ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം, ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ്. അത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബിഗ് സല്യൂട്ട്. കേരളത്തിലെ ഒരു 15 സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല. അവസാനമാണ് നമ്മുടെ വർഗീസ് ചേട്ടന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും. ഇങ്ങനെ ഒരു റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണമാവില്ല. മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോൾ റെഡിന്റെ തന്നെ 2-3 വെറൈറ്റി. ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട്, ലൈറ്റ് കളർ ഉണ്ട്. അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞയുടെ ലൈറ്റ് ക്രീം കളർ വരെ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. പിന്നെ ഈ ചക്കയുടെ തൊണ്ട് താടി രോമങ്ങളും മീശരോമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ്. അത് ഉണങ്ങിയതുകൊണ്ട് പച്ചയുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവിന്റെ ചക്കയും. ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം, പ്രത്യേകിച്ച് ചക്ക, ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു, ചക്കയുടെ ചൗഞ്ഞി, അതുപോലെ തന്നെ പോള, അതുപോലെ ചക്കയുടെ മടൽ തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടൽ, അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്കച്ചുളകളാണ്. യഥാർത്ഥത്തിൽ ചുവന്ന ചുള എന്താ പറയുക,
പീച്ച് അല്ലേ, ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള, വൈറ്റ്, മഞ്ഞ, ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം, ചക്കയുടെ പല പ്രായമുണ്ട്, മൂക്കാത്തത്, മൂത്തത്, പഴുത്തത്. അതെ അതെ അതെ, ഗംഭീരം പറയാതിരിക്കാൻ നിർവഹമില്ല. പിന്നെ ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ്, അദ്ദേഹം ഇപ്പോൾ 97ാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ ചിത്രങ്ങൾ 100 തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും പിന്നെ വടക്കാഞ്ചേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പിന്നെ വർഗീസ് തരകൻ, അത് ഞാൻ പേര് വെച്ചിട്ടല്ല, അദ്ദേഹം നമുക്കറിയാം വ്യത്യസ്ത അവാർഡുകൾ, യുനെസ്കോ അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഒരു കൃഷിക്കാരനാണ്. പ്രത്യേകിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ പഠനാർഹമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഏജൻസികൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് പിന്നെ ഒരു പ്രത്യേക പ്രവൃത്തി. നമുക്കറിയാം, ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറേ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക, ഇതിലെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഗംഭീരമായ ഈ ചിത്രം ചെയ്ത ഡാവിഞ്ചി സുരേഷിനെയും ഇതിന് അവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് തരകൻ, അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ഡാവിഞ്ചിയോടൊപ്പം സഞ്ചരിക്കുന്ന ടീം അംഗങ്ങളെയും, വർഗീസേട്ടന്റെ എല്ലാ ജോലിക്കാരും ടീം അംഗങ്ങളില്ലാതെ പറ്റില്ലല്ലോ. അതായത് വർഗീസേട്ടന്റെ ജോലിക്കാരും അങ്ങയുടെ ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ ഈ പ്രവർത്തനത്തെ എല്ലാ അർത്ഥത്തിലും ഗംഭീരാണ്, അഭിനന്ദിക്കുന്നു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.